ഷാരോൺ വധക്കേസിൽ വിധി കാത്ത് കേരളം. ഗ്രീഷ്മയും അമ്മാവനും കുറ്റക്കാർ. വിധി പറയുന്നത് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി. പരമാവധി ശിക്ഷ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ഷാരോണിന്റെ കുടുംബം. നെടുമങ്ങാട് ടൂറിസ്റ്റ് ബസ് അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ ഡ്രൈവർ കസ്റ്റഡിയിൽ. ബസ് അമിത വേഗതയിലായിരുന്നുവെന്ന യാത്രക്കാർ. അപകടത്തിൽപ്പെട്ടത് കാട്ടാക്കടയിൽ നിന്ന് മൂന്നാറിലേക്ക് പോയ സംഘം. സനാതന ധർമ്മത്തിൽ മുഖ്യമന്ത്രിയെ തള്ളി ശ്രീ എം. സനാതന ധർമ്മത്തെ എതിർക്കുന്നവർക്ക് രാഷ്ട്രീയ ലക്ഷ്യം. മനസ്സിലാവത്തോ, അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണ് ഇതെല്ലാം. ഒന്ന് ശരിയായിട്ട് ഇതിനൊന്ന് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ ആരും ഇങ്ങനെ ഒന്നും പറയില്ല. പിന്നെ അതിനൊരു പൊളിറ്റിക്കൽ വ്യൂ ഉണ്ട് കേട്ടോ. ഈ പോളിറ്റിക്സും റിലിജനും സ്പിരിച്വാലിറ്റിയും ചേരുമ്പോഴാണ് വലിയ പ്രശ്നങ്ങളുണ്ടാകുന്നത്. 3000-ഓളം CPM കേഡർമാരെ യോഗ പഠിപ്പിക്കുന്നെന്നും കേരളത്തിൽ BJP മുന്നോട്ട് വരാത്തത് തമ്മിലടി കൊണ്ടെന്നും ശ്രീ എം ന്യൂസ് 18നോട്. IC ബാലകൃഷ്ണനും ND അപ്പച്ചനും ഇന്ന് നിർണായകം. NM വിജയൻ ആത്മഹത്യാ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി വിധി പറയും. ജാമ്യത്തെ എതിർത്ത് പോലീസ് തെളിവ് നശിപ്പിക്കാൻ സാധ്യതയെന്ന് പ്രോസിക്യൂഷൻ. മണ്ണാർക്കാട് നബീസ എന്ന സ്ത്രീയെ ബലം പ്രയോഗിച്ച് വിഷം കുടിപ്പിച്ചു കൊന്ന കേസിൽ ശിക്ഷാവിധി ഇന്ന്. പേരക്കുട്ടിയും ഭാര്യയും കുറ്റക്കാരെന്ന് കോടതി. ബഷീറിനും ഫസീലയ്ക്കുമുള്ള ശിക്ഷ മണ്ണാർക്കാട് കോടതി ഇന്ന് വിധിക്കും. രാജ്യത്തെ നടുക്കിയ RG കർ മെഡിക്കൽ കോളേജ് ബലാത്സംഗ കൊലയിൽ വിധി ഇന്ന്. സുരക്ഷാ ജീവനക്കാരൻ സഞ്ജയ് റോയ് പ്രതി. കൊല്ലപ്പെട്ടത് 31-കാരിയായ ജൂനിയർ ഡോക്ടർ. പതിനഞ്ച് മാസം നീണ്ട യുദ്ധത്തിന് വിരാമം. ഗാസയുമായുള്ള വെടിനിർത്തലിന് ഇസ്രയേൽ മന്ത്രിസഭയുടെ അംഗീകാരം. വെടിനിർത്തൽ കരാർ നാളെ മുതൽ. ആദ്യഘട്ടത്തിൽ 33 ബന്ദികളെ മോചിപ്പിക്കും. ICC ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിനെ ഇന്ന് പ്രഖ്യാപിക്കും. അജിത് അഗാർക്കറുടെ അധ്യക്ഷതയിൽ സെലക്ഷൻ കമ്മിറ്റി യോഗം. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ടീമിനെയും ഇന്നറിയാം.